നമസ്കാരം, ഞാൻ ഡോക്ടർ ജാക്ലിൻ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലേക്ക് പ്രഗ്നൻറ്റ് വുമൻ അല്ലെങ്കിൽ ഗർഭിണികൾ ഒരു 4-5 നേരമായിട്ട് ഭക്ഷണം കഴിക്കണമെന്ന് നമുക്കറിയാം. ഒറ്റയടിക്ക് ഭക്ഷണം കഴിക്കരുത്. ഡിവൈഡഡ് ഒരു ക്വാണ്ടിറ്റി ആക്കിയിട്ട് സ്മോളർ ക്വാണ്ടിറ്റീസ് 5 നേരമായിട്ട് കഴിക്കണം എന്നറിയാം. അപ്പം ഒരു 11 മണിക്ക് അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു 11:30 ആകുമ്പോൾ തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് ഡ്യൂട്ടിക്കൊക്കെ പോകുന്നവരും അല്ലെങ്കിൽ ജോലി സ്ഥലത്തൊക്കെ ആയിരിക്കുന്നവരൊക്കെ കുറച്ച് അധ്വാനിച്ച് കഴിയുമ്പോഴത്തേക്കും ഗർഭിണികൾക്ക് പെട്ടെന്ന് വിശക്കുകയും ഷുഗർ കുറഞ്ഞു പോകുന്ന പോലത്തെ അവസ്ഥ തോന്നുകയും തല കറക്കം വരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളവർ പ്രത്യേകിച്ച് ആ ഒരു 11-11:30 ആകുമ്പോഴത്തേക്ക് കഴിക്കണം. പ്രത്യേകിച്ച് നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നവരാണെങ്കിൽ. അപ്പം നിങ്ങൾക്ക് ഗർഭിണികൾക്ക് 11 മണിക്ക് കഴിക്കാൻ പറ്റിയ സ്നാക്സ് അല്ലെങ്കിൽ ലഘുഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ഹെൽത്തി ആയിട്ടുള്ളതാണ്. അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നത്. ഫസ്റ്റ്, ഇത് ഒത്തിരി ആൾക്കാരുടെ റിക്വസ്റ്റ് ആണ്. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ എന്തായാലും ഒരു നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, ലഞ്ചും ഉണ്ട്, അതിൻ്റെ ഇടയ്ക്ക് എന്ത് നമുക്ക് വളരെ കുറച്ച് കഴിക്കാം, പ്രത്യേകിച്ച് കുട്ടിക്കും കൂടെ ഗുണപ്രദമായ എന്തും കൂടെ കഴിക്കാം എന്നുള്ളതാണ്. ആദ്യമേ തന്നെ നമുക്ക് പ്രത്യേകിച്ച് നെഞ്ചെരിച്ചിൽ, ഛർദി, അതുപോലെ തന്നെ നമുക്ക് ഗ്യാസ്, ഇങ്ങനെയൊക്കെയുള്ള ഗർഭിണികളാണെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നത് ഗുണം ചെയ്യും. ഡാർക്ക് ചോക്ലേറ്റ് എന്ന് പറയുമ്പോൾ 90% എങ്കിലും കൊക്കോ അതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. അതും വലിയ ക്വാണ്ടിറ്റി അല്ല കേട്ടോ, 2 ചെറിയ പീസസ് ഒക്കെയാണ് ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കേണ്ടത്. അത് ഷുഗർ കുറവായിരിക്കണം, നല്ല കൊക്കോയുടെ കണ്ടന്റ് കൂടുതലായിരിക്കണം. മാത്രമല്ല മിൽക്ക് പൗഡറോ അല്ലെങ്കിൽ ഷുഗറോ ഉണ്ടായിരിക്കരുത്. ഷുഗർലെസ് ആയിട്ടുള്ള, മിൽക്ക് പൗഡർലെസ് ആയിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ്സ്, നല്ല ഡാർക്ക് ചോക്ലേറ്റ് ആണ് കഴിക്കേണ്ടത്. അത് പ്രത്യേകിച്ച് കുട്ടിക്കും അമ്മയ്ക്കും ആ ന്യൂട്രിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഗുണപ്രദമാണ്. അതുപോലെ തന്നെ അടുത്ത നട്ട്സ് നല്ലൊരു ഓപ്ഷനാണ്. നമുക്ക് ആൽമണ്ട്സോ കാഷ്യൂ നട്ട്സ്, പിസ്ത, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കഴിക്കാം. വാൾനട്ട്, ഇവയെല്ലാം കുട്ടിയുടെ ഈ നട്ട്സ് ഒക്കെ കറക്റ്റ് നല്ല ഫാറ്റ് സൊല്യൂബിൾ വിറ്റമിൻസ് ഉള്ളതാണ്. കുട്ടിയുടെ ബുദ്ധി വികാസത്തിനും കറക്റ്റായിട്ടുള്ള ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും ഒക്കെ ഇത് അത്യാവശ്യമാണ്, ഇതിൻ്റെ അകത്തുള്ള ന്യൂട്രിയൻസ്. അതുകൊണ്ട് തന്നെ റോസ്റ്റ് ചെയ്യാതെ അല്ലെങ്കിൽ കുതിർത്ത് വെച്ച ആൽമണ്ട്സ് ഒക്കെ പ്രത്യേകിച്ച് കുതിർത്ത് വെച്ച് കഴിക്കുന്നതാണ് നല്ലത്. ഇപ്പം ഡൈജഷൻ പ്രോബ്ലം ഉള്ള ഗർഭിണികളാണെങ്കിൽ ഈ പറഞ്ഞ നട്ട്സ് ഒക്കെ കുതിർത്ത് വെച്ച് കഴിക്കുന്നതാണ് നല്ലത്. അപ്പം നമുക്കത് കഴിക്കാം. പ്രത്യേകിച്ച് കുറേ സാൾട്ടഡ് ആയിട്ടുള്ളത് കഴിക്കുന്നതിനേക്കാൾ നല്ലത് ഇപ്പം കുതിർത്ത് വെച്ച് കഴിക്കുന്നത് തന്നെയാണ്. അടുത്തത് ഫ്രൂട്ട്സ്. ഇതും ഒട്ടുമിക്ക ആൾക്കാരുടെ സംശയമാണ്, ഏതൊക്കെ ഫ്രൂട്ട്സ് കഴിക്കാം, അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഏത് രൂപത്തിൽ കഴിക്കണം എന്നുള്ളത്. അപ്പോൾ 11 മണിക്കാകുമ്പോൾ ഒന്നെങ്കിൽ കട്ട് ഫ്രൂട്ട്സ് കഴിക്കാം. നമുക്ക് എല്ലാ ഫ്രൂട്ട്സും സേഫാണ്. നല്ല പഴുത്ത പൈനാപ്പിളോ പപ്പായോ എന്തും കഴിക്കാം, നമുക്ക് യാതൊരു കുഴപ്പമില്ല. ബനാന കഴിക്കേണ്ടവർക്ക് ബനാന കഴിക്കാം, മാംഗോ, വാട്ടർമെലൺ, അതുപോലെ തന്നെ ആപ്പിൾ, ഗ്രേപ്സ് ഒക്കെ കഴിക്കാം. കസ്റ്റർഡ് ആപ്പിൾ അല്ലെങ്കിൽ ആത്തച്ചക്ക എന്ന് പറയും, ആ പഴം വളരെ നല്ലതാണ് ഗർഭിണികൾക്ക്, കുട്ടിയുടെയും അമ്മയുടെയും ഹാർട്ട് ഹെൽത്തിനും. അപ്പോൾ എല്ലാ ന്യൂട്രിയൻസും നന്നായിട്ടുണ്ട്, കുട്ടിയുടെ ആ ഒരു ഫുൾ ഡെവലപ്മെന്റിനും വേണ്ടിയിട്ടുള്ള ന്യൂട്രിയൻസ് ഉണ്ട്. അപ്പോൾ കസ്റ്റർഡ് ആപ്പിൾ ഉള്ള ആൾക്കാർ തീർച്ചയായിട്ടും 11 മണിക്ക് അത് കഴിക്കുന്നത് വളരെ ഗുണപ്രദമാണ്. അതുപോലെ ഫ്രൂട്ട് ജ്യൂസസിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പം കോൺസെൻട്രേറ്റഡ് ഫ്രൂട്ട് ജ്യൂസസ് കഴിക്കുന്നതിനോട് എനിക്ക് അത്ര അഭിപ്രായമില്ല ആ ഒരു പ്രഗ്നൻസിയിൽ. അത് ചിലപ്പോൾ ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻസോ ഗ്യാസോ ഒക്കെ ഫോം ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ എപ്പോഴും തുടർച്ചയായിട്ട് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഫ്രൂട്ട് ജ്യൂസസ് കഴിക്കരുത്. അപ്പോൾ നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് വെള്ളം ഒഴിച്ചിട്ട് ജ്യൂസ് അടിച്ച് കഴിക്കാവുന്നതാണ്. അതും ഈ പറഞ്ഞ ഫ്രൂട്ട്സ് ഒക്കെ ജ്യൂസായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. അടുത്ത, നമുക്കിപ്പം ബ്രേക്ക്ഫാസ്റ്റിന് എഗ്ഗ് ഒന്നും കഴിക്കാൻ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഒരു ബോയിൽഡ് എഗ്ഗ് നമുക്ക് 11 മണിക്ക് കഴിക്കാവുന്നതാണ്. അതുപോലെ ഹാഫ് ബോയിൽഡ് ആയിട്ടുള്ള വെജിറ്റബിൾസോ എന്തും, നല്ല ഡൈജഷനൊക്കെ കറക്റ്റ് ആയിട്ടുള്ളവർക്ക് ഹാഫ് ബോയിൽഡ് ആയിട്ടുള്ള വെജിറ്റബിൾസ് എന്ത് വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ ഇത്രയുമാണ്. നമുക്ക് ഇതിൽ കൂടുതൽ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ പെട്ടെന്ന് നമുക്കിപ്പോൾ ഒരു ഡ്യൂട്ടിയാണ്, നമ്മൾ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ക്യാരി ചെയ്തുകൊണ്ട് പോകാൻ പറ്റിയ എളുപ്പമുള്ള കുറച്ച് സാധനങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ തന്നെ നമുക്ക് നട്ട്സിൻ്റെ കൂടെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ, ആപ്രിക്കോട്ടൊക്കെ ഉൾപ്പെടുത്തുന്നത് ഗുണം ചെയ്യും. ഫിഗും ആപ്രിക്കോട്ടൊക്കെ കുറച്ച് ഉൾപ്പെടുത്തുന്നത് ഗുണം ചെയ്യുന്നതാണ്. അപ്പം ഇത് പെട്ടെന്ന് ക്യാരി ചെയ്തുകൊണ്ടോ നമുക്ക് പെട്ടെന്ന് കഴിച്ചെടുക്കും. കാരണം ലഞ്ച് ഇന്റർവെൽ പോലെ അത്ര കൂടുതലായിട്ടൊന്നും ഉണ്ടാകത്തില്ലല്ലോ ഈ സ്നാക്സ് കഴിക്കാനുള്ള ടൈം. ആ ടൈമിൽ കഴിച്ച് തീർക്കാം. പക്ഷേ കുട്ടിക്കും അമ്മയ്ക്കും ആരോഗ്യത്തിനും വളരെ ഗുണപ്രദമായതാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി.